നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പരീക്ഷയ്ക്ക് തോറ്റാ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. കെട്ടിച്ചു വിടും ഞാൻ. പിന്നെ ഇവളായി ഇവളുടെ പാടായി. എന്ത് വേണോന്ന് തീരുമാനിക്കാൻ ഇവളോട് പറയേ. പഠിക്കണോ അതോ ആരുടെയെങ്കിലും ഭാര്യയായി ഏതെങ്കിലും വീട്ടിലെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടണമെന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കാൻ പറ. ദോശ ഇങ്ങോട്ടോ, വിശന്നിട്ട് എനിക്ക് കണ്ണു കാണാൻ വയ്യ. ലക്ഷ്മി, കുടിക്കാൻ കുറച്ച് വെള്ളം. ഏട്ടാ, അറിയാലോ ഫിസിക്സിന്റെ എക്സാമാ ഇന്ന്. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാ. രാജു, നാളെ ആട്ടോ ഏട്ടന്റെ ഫോണിന്റെ EMI. കേട്ടു. ഇങ്ങതാ, അങ്ങനെ ഇപ്പൊ കഴിക്കണ്ട. ഞാൻ ഓൾറെഡി ലേറ്റാ. എനിക്ക് കോളേജിൽ എത്തേണ്ടതാ. ഈ ഫാനൊക്കെ മാറ്റി എന്നാണാവോ AC പിടിപ്പിക്കാൻ പറ്റുന്നത്? ചേച്ചി പണിയുന്ന പുതിയ വീട്ടിലെ AC വെക്കാലോ. നീ വാങ്ങിത്തരുമല്ലേ? എടാ മോനെ, AC വാങ്ങുന്നുണ്ടേ നല്ലത് നോക്കി വാങ്ങണേ. അല്ല, അത് ഞാൻ മാമ ദാ ആഹാ, നീ ഇതുവരെ കഴിച്ചില്ലേ? തിരക്കുള്ളവരൊക്കെ കഴിക്കട്ടമേ. അല്ലെങ്കിൽ ഇവരുടെ വയറ് നിറഞ്ഞ എന്റെ നിറയാറല്ല പതിവ്. അമ്മയ്ക്കത് അറിഞ്ഞൂടെ? നീ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കാര്യം മാത്രം നോക്കാതെ സ്വന്തം കാര്യം കൂടി ഒന്ന് നോക്കു മോനെ. സർ, ചെയ്യാം സർ. അമ്മേ, ഞാൻ ഇറങ്ങാമേ. സാറാ വിളിച്ചത്. ഇറങ്ങാം. അയ്യോ എടാ, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോടാ. വേണ്ടമ്മേ, എനിക്ക് വേഗം എത്തണം. കഴിക്കുന്നൊക്കെ ഞാൻ എവിടെ നിന്നും ആയിക്കോളാം. ശരി. എടാ മോനെ, സർ. നീ എത്തിയോ? നീ കഴിച്ചിട്ടാണോ വന്നേ? അതെ സർ. അല്ല മാഡം. ഇപ്പൊ വരും. എഡ്യൂക്കേഷൻ മന്ത്രി ദാ ഇവിടെ ഇരിക്കുന്നു. പരീക്ഷ എഴുതാൻ പോകുന്ന മോള് അകത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു. മോളെ കോളേജിൽ കൊണ്ടുവന്ന ഡ്രൈവർ ദേ ഇവിടെ വന്ന് നിപ്പുണ്ട്. അല്ല, എന്താ അവൾ ഇത്ര നേരിട്ട് ഇവിടെ വരാത്തെ? അവള് വന്നോളൂ. മോള് പരീക്ഷയ്ക്ക് ജയിക്കുമെന്ന് ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചാ ജയിക്കുമെന്ന് പറയാൻ പറ്റുമോ പ്രതാപന്? അതിനുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എന്തിന്? അവൾക്കുണ്ടോ? ചേച്ചി വിളിക്കവിടെ. ഋതികേ, ഇവളിത് എന്തെടുക്കുവാ? ഋതികേ, വരുന്നു. അച്ഛാ, പരീക്ഷയാണ്. അച്ഛന്റെ അനുഗ്രഹം വേണോ എനിക്ക്? ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അച്ഛാ ഞാൻ. അച്ഛൻ എന്നെ സ്നേഹിക്കണമെന്നും അനുഗ്രഹിക്കണമെന്നും. എന്റെ മനസ്സ് അച്ഛൻ അറിയണം, കാണണം. അത് എന്റെ പ്രാർത്ഥന. എന്താ മോളെ ഇത്? ഇങ്ങനെയാണോ ഒരു പരീക്ഷാ ദിവസം പെരുമാറേണ്ടത്? ദേ, രാജു വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? കോളേജിൽ പോണ്ടേ? ഇരിക്കെ, ആദ്യം ഭക്ഷണം കഴിക്കേ. വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചാലേ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റൂ. മാഡം നന്നായിട്ട് എഴുതിക്കോളും. നിന്നോട് ആരെങ്കിലും ഇവിടെ അഭിപ്രായം ചോദിച്ചോ?
പ്രതാപ നിനക്കിതെന്തു പറ്റി? ഇതിൽ കൂടുതൽ എന്തു പറ്റാനാ? പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് ആണോ ഇവൾക്ക്? കോൺഫിഡൻസ് ഇല്ല. ഇവളുടെ മുഖം കണ്ട അറിയില്ലേ ഇന്ന് നടക്കുന്ന പരീക്ഷയിൽ ഇവൾ തോൽക്കുമെന്ന്? ഞാൻ ഇവളുടെ അച്ഛൻ മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രിയും കൂടെയാ. എന്റെ മോള് പരീക്ഷയ്ക്ക് പതിവായി തോറ്റ മീഡിയക്കാര് വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടേയിരിക്കും. അതിന്റെ നാണക്കേടെ എനിക്കാ. അതൊക്കെ അവൾ എഴുതിക്കോളും. മോളെ മോളിരിക്കെ, ഞാൻ വിളമ്പി തരാം. പരീക്ഷയ്ക്ക് തോറ്റാ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. കെട്ടിച്ചു വിടും ഞാൻ. പിന്നെ ഇവളായി ഇവളുടെ പാടായി. എന്ത് വേണോന്ന് തീരുമാനിക്കാൻ ഇവളോട് പറയേ. പഠിക്കണോ അതോ ആരുടെയെങ്കിലും ഭാര്യയായി ഏതെങ്കിലും വീട്ടിലെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടണമെന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കാൻ പറ. എനിക്കിനി ഇവളെ ചൊല്ലി ആരുടെ മുമ്പിലും തല ഉനിക്കാൻ വയ്യ. അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. സർ, പുറത്ത് മീഡിയസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മോളെ നീ കഴിക്കുന്നില്ലേ? വേണ്ട, വയറ് നിറഞ്ഞു. അച്ഛൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? സ്നേഹം കൊണ്ടല്ലേ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? സ്നേഹം, എനിക്കറിയാം ആ വാക്കിന്റെ അർത്ഥം എന്തെന്ന്. വാശിക്ക് അവക്കൊരു കുറവുമില്ല. ആ പോയി അച്ഛന്റെ മോളല്ലേ, കുറച്ചൊക്കെ വാശി എനിക്കും ഉണ്ടാവും. സാറിന്റെ മകളും ഇന്ന് പരീക്ഷ എഴുതാൻ പോവുകയാണല്ലോ. എന്താണ് മകളുടെ പരീക്ഷാ ഫലത്തെക്കുറിച്ച് ഒരു അച്ഛനെന്ന നിലയിലുള്ള അങ്ങയുടെ പ്രതീക്ഷ? ഞാൻ എന്റെ മകളുടെ മാത്രം മന്ത്രിയല്ല, ഈ സംസ്ഥാനത്തിന്റെ മുഴുവൻ കുട്ടികളുടെ മന്ത്രിയാ. എല്ലാവരും എന്റെ സ്വന്തം മക്കളെ പോലെയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്ന എല്ലാവരിലും എനിക്ക് നല്ല പ്രതീക്ഷയാണ്. എന്നാലും സ്വന്തം മകളാവുമ്പോ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമല്ലോ. പരീക്ഷ എഴുതാൻ പോകുന്ന മകൾക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പറയാമോ? എനിക്ക് ഓൾ ദി ബെസ്റ്റ് അല്ല വേണ്ടത്, അച്ഛന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുക വേണ്ടത്. അത് ഈ സമയത്ത് തന്നെ വേണോ? ഈ സമയത്തല്ലാതെ പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ടാണോ അനുഗ്രഹം വാങ്ങിക്കുന്നത്? എനിക്കറിയാം എന്ത് വേണമെന്ന്. എറിയരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.